ടെസ്റ്റിക്കിൾ ഇതുവരെ വന്നിട്ടില്ല, ടെസ്റ്റിക്കിൾ കീഴെ വന്നിട്ടില്ല. അപ്പം നമ്മൾ ഗ്രൂം ചെയ്യുന്നതിനിടയിൽ ചെക്ക് ചെയ്തപ്പോഴാണ് കണ്ടത്. ഹായ് ഓൾ, ഗ്രൂം വിത്ത് ദയാലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നിപ്പം നമുക്ക് ഗ്രൂമിങ്ങിന് ഇവിടെ വന്നൊരു ഡോഗാണ്. ഇത് ഷിറ്റ്സു ആണിത്. 6 മാസം പ്രായമുണ്ട് ഈ ഡോഗിന്. ഇതിലെന്താണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇതിപ്പോൾ 6 മാസമായൊരു ഷിറ്റ്സു ഡോഗാണ്, മെയിൽ ഡോഗാണ്. ഇതിൻ്റെ ടെസ്റ്റിക്കിൾ ഇതുവരെ വന്നിട്ടില്ല, ടെസ്റ്റിക്കിൾ കീഴെ വന്നിട്ടില്ല. അപ്പം നമ്മൾ ഗ്രൂം ചെയ്യുന്നതിനിടയിൽ ചെക്ക് ചെയ്തപ്പോഴാണ് കണ്ടത്. എന്നാൽ അത് അതിൻ്റെ ട്രാക്കിലുണ്ട്. ഇതിൻ്റെ 2 സൈഡിലായിട്ട് 2 ടെസ്റ്റിക്കിളുണ്ട്, ട്രാക്കിലുണ്ട്. ആക്ച്വലി ഒരു 45 ഡേയ്സ് തൊട്ട് തന്നെ ടെസ്റ്റിക്കിൾ അത് കീഴോട്ട് വരേണ്ടതാണ്. അങ്ങേയറ്റം ഒരു 90 ഡേയ്സിനകത്ത് ആ ടെസ്റ്റിക്കിൾ പുറത്ത് വന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറുമായി, ഒരു വെറ്റിനറി ഡോക്ടറുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷം അതിനൊരു ഇഞ്ചക്ഷൻ ഉണ്ട്. ആ ഇഞ്ചക്ഷൻ ചെയ്താൽ അത് നോർമലി ചില ഡോഗ്സിനൊക്കെ വരുന്നതാണ്. അങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ അത് സർജറി ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. നോർമലി സർജറി ചെയ്ത് നമുക്ക് ടെസ്റ്റിക്കിൾ പുറത്ത് കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇത് എന്തുകൊണ്ടാണ് സർജറി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി നമ്മുടെ ഒരു പെറ്റ്, ഏത് പെറ്റോ ആകട്ടെ, നമ്മുടെ ഇതിൻ്റെ ടെസ്റ്റിക്കിൾ, ഡോഗിൻ്റെ ടെസ്റ്റിക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം വെളിയിലുള്ളപ്പോൾ, അതായത് ഡോഗ്സിൻ്റെ ബോഡിയുടെ ടെമ്പറേച്ചറിനേക്കാളും കുറവായിരിക്കണം എപ്പോഴും ടെസ്റ്റിക്കിൾ ഉണ്ടാവേണ്ട ടെമ്പറേച്ചർ. അതിൻ്റെ ടെസ്റ്റിക്കിൾ ടെമ്പറേച്ചർ അകത്തിരിക്കുമ്പോൾ കൂടുകയും ചെയ്യും. ബോഡി ടെമ്പറേച്ചർ അനുസരിച്ച് ടെസ്റ്റിക്കിൾ വരുന്ന ടെമ്പറേച്ചർ കൂടും. അതുപോലെ തന്നെ നോർമലി ഉള്ള വലിപ്പത്തെക്കാളും വളരെ ചെറിയ ഗ്രോത്ത് ഇതിനുണ്ടാവത്തുള്ളൂ. ഇങ്ങനെ അകത്ത് ട്രാക്കിലിരിക്കുന്ന ടെസ്റ്റിക്കിൾ ആകുമ്പോഴാണ് ടെസ്റ്റിക്കിൾ ട്യൂമർ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലൊരു 3 മാസത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു 6 മാസത്തിൽ ഈ ടെസ്റ്റിക്കിൾ പുറത്ത് വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു ഡോക്ടറെ കാണേണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ഓക്കെ, ബൈ ബൈ.